പിണറായി വിജയൻ പെരുന്നയിലെ പോപ്പിനെ കണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഈ സന്ദർശനങ്ങളെല്ലാം നമ്മൾ മറ്റു പല അർത്ഥത്തിലും വായിച്ചെടുക്കണം. തെരഞ്ഞെടുപ്പ് കാലമാണ്. വെള്ളാപ്പള്ളിയെ കണ്ടു. വെള്ളാപ്പള്ളിയിൽ അങ്ങനെ സരസ്വതീ വിലാസം വിളയാടുകയാണെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അപ്പോൾ പോപ്പിനെ കണ്ടതിന് പിന്നിൽ എന്തെങ്കിലും നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? അത് സന്ദർഭം തന്നെ വിവരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ പെരുന്നയിലെ പോപ്പ് ആയ ജി സുകുമാരൻ നായർ കാലിൻ്റെ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് ഇവിടെ കോൺവാലസൻസ്, പിന്നെ NSSൻ്റെ തന്നെ മെഡിക്കൽ മെഷീനില്ല, അല്ലാതെ പിണറായി പോകുന്ന പോലെ അമേരിക്കയിലൊന്നും പോയില്ല ഇങ്ങനൊരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി. അദ്ദേഹം അവിടെ തന്നെ ചികിത്സയിൽ കഴിയുകയാണ്. അപ്പം കാലാണ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമായത്. പിണറായി വിജയൻ ചെയ്യുന്നത് കാലുപിടുത്തവുമാണ്. അപ്പോൾ ശസ്ത്രക്രിയ കഴിഞ്ഞു, ഈ കാലുപിടുത്തം എന്ന് പറയുന്ന പ്രക്രിയ പിണറായി വിജയൻ പോയതോടുകൂടി നടന്നു. അപ്പം നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നല്ല ഓർമ്മയുണ്ടാവും. അധികം വൈകിട്ടില്ല അദ്ദേഹം പറഞ്ഞത്. ഒരു ജാതി നേതാവ് പറയുന്നത് CPMന് കേൾക്കേണ്ട ആവശ്യമില്ല. ഒരു ജാതി നേതാവ്, അന്ന് അദ്ദേഹം ഒരു ജാതി നേതാവായ കോമാളിയായിരുന്നു CPMനും പിണറായി വിജയനും. പിണറായി വിജയൻ്റെ ഈ നാക്കിൽ നിന്ന് തന്നെയാണ് ആ വാക്കുകൾ വീണത്. അന്ന് അദ്ദേഹം അതായിരുന്നു. അദ്ദേഹത്തിനെ കാണാനിപ്പോൾ അതും കാലിൻ്റെ ഒരു ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ഗുരുതരാവസ്ഥയിലൊന്നുമല്ല അദ്ദേഹം, അത് കോൺവാലസൻസ് പീരീഡിലാണ്. അതിൽ നിന്ന് ഇങ്ങനെ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല, എനിക്ക് സംശയം, ഇപ്പോൾ ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ ഏകീകരിക്കാനുള്ള ഒരു ശ്രമത്തിലല്ലേ? ആകെപ്പാടെ ഇപ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥയിൽ പേടിച്ചു വിറയ്ക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആത്മവിശ്വാസം ഇല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ഈ സമുദായ ആചാര്യന്മാരെയൊക്കെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കണിച്ചുകുളങ്ങരയിൽ നമ്മുടെ പിന്നെ വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പറ്റി. വെള്ളാപ്പള്ളിയെ പറ്റി എന്താ പറഞ്ഞത്? വർഗീയ വിഷം ചീറ്റുന്ന ജാതി നേതാവ്. ഇതാണ് വാക്കുകൾ. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവും. വർഗീയ വിഷം ചീറ്റുന്ന ജാതി നേതാവെന്ന ഒരു തൊഴിലാളി മാൻഹോളിൽ വീണപ്പോൾ സഹായം പ്രഖ്യാപിച്ചതിൻ്റെ പേരിലാണ് മുസ്ലിങ്ങളായിട്ട് ജനിച്ചെങ്കിൽ മാത്രമേ ഇതുപോലുള്ള പാരിതോഷികങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റൂ. ഇതേ കാര്യം തന്നെയാണ് മലപ്പുറത്ത് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന നിലമ്പൂരിൽ അദ്ദേഹം ചെന്ന് പറഞ്ഞ് ഇതിനേക്കാൾ തീവ്രമായിട്ടുള്ള വർഗീയമായിട്ട് വ്യാഖ്യാനിക്കാൻ കഴിയുന്ന വാക്കുകളാണ്. അത് യാതൊരു വിധത്തിലും നേരത്തെ പറഞ്ഞതിനേക്കാൾ താഴെ നിൽക്കുന്നതല്ല, ഒന്നുകൂടെ മൂർച്ച കൂടിയ വാക്കുകളാണ്. നേരത്തെ പറഞ്ഞതിനെ വർഗീയ വിഷമായിട്ട് വ്യാഖ്യാനിക്കുന്നത് എങ്കിൽ ഇത് വർഗീയ കാളകൂടം എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഗ്രേഡ് കൂടിയ ഹൈബ്രിഡ് കഞ്ചാവ് പോലെ. കഞ്ചാവും ഹൈബ്രിഡ് കഞ്ചാവും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അന്ന് പറഞ്ഞതിനും ഇന്ന് പറഞ്ഞതിനും തമ്മിൽ. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ നാവ് സരസ്വതീ വിലാസമാണെന്നൊക്കെ പറയുക എന്ന് പറയുമ്പോൾ ഈ മനുഷ്യന് എത്ര വ്യക്തിത്വങ്ങളുണ്ടെന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ്. അതായത് പിണറായി വിജയൻ എത്ര വ്യക്തിത്വം എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കുക. അവിടെ എന്താണ് അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് മലപ്പുറം എന്ന് പറയുന്നത് ഒരു പ്രത്യേക റിപ്പബ്ലിക്കാണ്. പെറ്റുപെരുകിക്കൊണ്ട് MLA-മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ഒരു ജില്ലയാണ്. പത്തനംതിട്ടയ്ക്കും കോട്ടയത്തിനുമൊക്കെ അവരുടെ മണ്ഡലങ്ങൾ, കല്ലൂപ്പാറ മണ്ഡലം, പത്തനംതിട്ട മണ്ഡലം, പത്തനംതിട്ടയുണ്ട്, പന്തളം മണ്ഡലം, ഇതൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ മലപ്പുറത്തോട് കുറേ മണ്ഡലങ്ങൾ കൂടിച്ചേർന്നു. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് TFR വെച്ച് നോക്കുമ്പോൾ മലപ്പുറത്തെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് TFR എന്ന് പറയുന്നത് 3.14 ആണ്. പത്തനംതിട്ടയിൽ അത് കേവലം 2.14 ആണ്. ഈ റേറ്റിൽ പോയി കഴിഞ്ഞാൽ ആ സമുദായം തന്നെ ഇല്ലാതാവുമെന്നാണ് ഈ പോപ്പുലേഷൻ സ്റ്റഡീസൊക്കെ പറയുന്നത്. അങ്ങനെ സമുദായങ്ങൾ ഇല്ലാതായിത്തീരുന്ന അവസ്ഥകളിലേക്ക് വരെ പോകാം എന്ന് പറഞ്ഞാൽ അവിടെ സീറോ പോപ്പുലേഷൻ ഗ്രോത്താണ്. അതിൻ്റെ ഫലമായിട്ടാണ് പന്തളം മണ്ഡലം, അതൊരു സംവരണ മണ്ഡലമായിരുന്നു, അത് നഷ്ടപ്പെട്ടത്. അങ്ങനെ കേരളത്തിൽ ഈ ഡെമോഗ്രഫിയുടെ ഫലമായിട്ട് ഡെമോക്രസിയിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്. മലപ്പുറം പോലുള്ള ജില്ലകളിൽ വടക്കൻ കേരളത്തിൽ ക്രമാതീതമായിട്ട് ജനസംഖ്യ വർദ്ധിക്കുകയും തെക്കൻ കേരളത്തിൽ ക്രമപ്രവൃത്തമായിട്ട് ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ ചെന്നൈയിൽ പോയി ഇവരെല്ലാവരും കൂടി പറഞ്ഞ കാര്യം, നോർത്ത് ഇന്ത്യയിൽ പോപ്പുലേഷൻ വർദ്ധിക്കുന്നു, തെക്കേ ഇന്ത്യയിൽ പോപ്പുലേഷൻ കുറയുന്നു. ഇതേ പ്രതിഭാസം തന്നെ നമ്മുടെ ഈ കേരളത്തിനകത്തും ഉണ്ടാകുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും സമുദായത്തെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല.
തെക്കൻ കേരളത്തിൽ അത് ക്രമപ്രവൃത്തമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതെന്താ ഇവർ സ്റ്റഡി ചെയ്യാത്തത്? ഇതിൻ്റെ ഫലമായിട്ട് തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങൾ കുറഞ്ഞു വരുന്നു, ശോഷിച്ചു വരുന്നു. ഓരോ ഡീലിമിറ്റേഷനിലും വടക്കൻ കേരളത്തിൽ കൂടിയും വരുന്നു. അവിടെ ഒരു ഇൻബാലൻസ് വരുന്നില്ലേ? മലബാർ എന്ന് പണ്ട് അറിയപ്പെടുന്ന ബ്രിട്ടീഷ് ഭരണത്തിൽ നേരിട്ട് ഉണ്ടായിരുന്ന പ്രദേശം ജനസംഖ്യ കൂടിയും തെക്കൻ കേരളം, തിരുവിതാംകൂർ, തിരുവനന്തപുരം ഉൾപ്പെടെ കുറഞ്ഞും വരുന്നു. തിരുവനന്തപുരത്തെ പറ്റി പറയുന്ന ഒരു കാര്യം, പട്ടം ഇരുന്നതിന് ശേഷം ഒരിക്കൽ പോലും തിരുവനന്തപുരത്തുകാരനായ ഒരു മുഖ്യമന്ത്രി ഇരുന്നിട്ടില്ല. അതിൻ്റെ ഫലമായിട്ട് തിരുവനന്തപുരത്തിന് വികസനം കുറവാണെന്നും പറയുന്നുണ്ട്. രാജാവിരുന്ന കാലത്തുള്ള നേട്ടങ്ങൾ മാത്രമേ തിരുവനന്തപുരത്ത് ഉള്ളൂ എന്നൊരു പരാതിയുമുണ്ട്. അപ്പോൾ ഈ പ്രാദേശിക വികാരങ്ങൾ വെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളും പ്രതികരിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഇന്ത്യയിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ചില രാഷ്ട്രീയ പാർട്ടികൾ, അഴിമതിയിൽ മൂടി നിൽക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികൾ, CPM-ഉം DMK-യും ഉൾപ്പെടെ പ്രതികരിക്കുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് നമുക്ക് ആ പ്രതികരണം ഉണ്ടാകുന്നില്ല? ഇതൊക്കെ പറയുന്നതിന് മുമ്പും വിളിച്ചു കൂട്ടുന്നതിന് മുമ്പ് ഇതൊക്കെ ആലോചിക്കണ്ടേ? അപ്പോൾ എന്നിട്ടാണ് പിണറായി വിജയൻ പോയിട്ട് ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ വെള്ളാപ്പള്ളി നടേശന് മുൻകൂർ ജാമ്യം അങ്ങ് അനുവദിച്ച് അദ്ദേഹത്തെ പാപവിമുക്തനാക്കുക മാത്രമല്ല, അദ്ദേഹത്തിന് മാമോദീസ മുക്കുകയും ചെയ്തുകൊണ്ട് സരസ്വതി വിലാസം എന്നൊരു അവാർഡും കൊടുത്തിട്ടാണ് പിണറായി പോയത്. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈന്ദവ വോട്ടുകളിൽ നല്ല ചോർച്ചയുണ്ടായി, പ്രത്യേകിച്ച് ഈഴവ വോട്ടുകളിൽ. ആലപ്പുഴയിൽ അതാണ് അത് ഏറ്റവും കൂടുതൽ പ്രകടമായത്. കായംകുളം മണ്ഡലമൊക്കെ കൈവിട്ട് പോയില്ല. അപ്പോൾ അതിലൊക്കെ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. കാരണം ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലായാലും പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ BJP നയിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചടി കിട്ടും എന്നുള്ളതുകൊണ്ട് ഉറപ്പായിട്ടുണ്ട്. ആത്മവിശ്വാസം ചോർന്നു പോയിട്ടുണ്ട്, പേടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. CPM-നെ അങ്കലാപ്പ് ബാധിച്ചിട്ടുണ്ട്, അന്താളിപ്പ് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പോകേണ്ടി വരുന്നില്ല. ഗതികേടാണ് ഒരു CPM-ന്റെ കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുടെ ഗതികേടാണ്. EMS ഇങ്ങനെ എവിടെയെങ്കിലും പോയിട്ടായിട്ട് നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടോ? അല്ല, എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മ വരുന്നത് പണ്ട് തോപ്പിൽ ഫാസി കോന്നി മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനോട് എല്ലാവരും പറഞ്ഞു, ഒന്ന് NSS ആസ്ഥാനത്ത് വരെ പോകണം, അന്ന് മന്നമാണ് ഇരിക്കുന്നത്. തോപ്പിൽ ഫാസി എടുത്ത പോലെ പറഞ്ഞു, അദ്ദേഹത്തിന് സമയമുണ്ടെങ്കിൽ വന്ന് എന്നെ കാണാൻ പറയാം. തീർച്ച അതാണ് വേണ്ടത്. ഇത് അവിടെ പോയി ആരോ അറിയിച്ചു, അതാണ് ശരി. തോപ്പിൽ ഫാസി ഇങ്ങനെ പറഞ്ഞു. മന്നം അതിന് ഉടനെ പറഞ്ഞ മറുപടി, അവൻ തന്തയ്ക്ക് പറഞ്ഞവനാണ്. സത്യം സത്യം രണ്ടുപേരും തന്തയ്ക്ക് പറഞ്ഞവരായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ശരിയായിട്ട് അത് മനസ്സിലാക്കാനുള്ള ഉൾക്കാഴ്ച മന്നത്ത് പത്മനാഭനുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം, ശരിയായ കമ്മ്യൂണിസ്റ്റ് രീതി അതാണ്. മതമേലധ്യക്ഷന്മാരുടെ വീടുകളിലോ അവർ കിടക്കുന്ന ആശുപത്രികളിലോ അവരുടെ അരമനകളിലോ പോയിട്ട് തിണ്ണ നിരങ്ങുക എന്നുള്ളതല്ല രാഷ്ട്രീയ സംസ്കാരമായിട്ട് വരേണ്ട. കോൺഗ്രസ്സുകാരത് ചെയ്യുന്നുണ്ട്. VD സതീശൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യുകയില്ലെന്ന്. പക്ഷേ VD സതീശൻ ചങ്ങനാശ്ശേരി പെരുന്നയിൽ രഹസ്യമായി പോയി സന്ദർഭം. പക്ഷേ പണ്ട് MA ബേബി AK ആന്റണിയെ പരിഹസിച്ചിട്ടുണ്ട്. ഇങ്ങനെ രൂപത കയറി ഇറങ്ങുന്നത്, രൂപത എന്ന് പറഞ്ഞ് നടക്കുന്നെന്ന് MA ബേബി. പക്ഷേ ഇപ്പോൾ MA ബേബിയും കയറി ഇറങ്ങും. MA ബേബി സാമുദായിക അല്ല, ഭീകരതയെ വരെ താലോലിക്കുന്ന ഒരു വ്യക്തിയായിട്ട് വന്നിട്ടുണ്ട്. 370-ാം വകുപ്പ് എടുത്ത് കളഞ്ഞുകൊണ്ടാണ് കാശ്മീരിൻ്റെ വിഷമമാണ്, എൻ്റെ കണ്ണീരാണ് പവൽഗാമി. എന്തൊരു കരച്ചിലാണ് ബേബി. ഹിന്ദുക്കളവിടെ കൊന്നു കഴിഞ്ഞപ്പോഴും അദ്ദേഹം 370-ാം വകുപ്പ് അതുള്ളതുകൊണ്ടാണ് അവിടെ കാശ്മീരിന് നഷ്ടമുണ്ടായത്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാകിസ്ഥാൻ മുർദാബാദ് എന്ന് പറയുന്ന കാശ്മീരി മുസ്ലിംസ് മുദ്രാവാക്യം വിളിക്കുന്നത്. മോദി അവരുടെ ആരാധ്യ പുരുഷനാണ്. MA ബേബി അവർക്ക് അറിയുക പോലും ചെയ്യില്ല. അതങ്ങനെയാണ്. അപ്പോൾ ഈ ജാതീയമായ സമവാക്യങ്ങൾ കൊണ്ട് കാൽക്കീഴിൽ നിന്ന് ചോർന്നുപോയ മണ്ണ്, നഷ്ടപ്പെട്ടവരുടെ മാസ് ബേസ്, ഹിന്ദു ബേസ് എന്ന് പറയുന്നത് CPM-നോട് വിട പറഞ്ഞു. അതിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ശ്രീ വിജയനാഥ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈഴവ വോട്ടുകളാണ്. ഇവിടെ നേരത്തെ ആലപ്പുഴയുടെ കാര്യം വിജയനാഥ് പറഞ്ഞു. ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യ പോലും ശോഭാ സുരേന്ദ്രന് വേണ്ടി ക്യാമ്പയിനർ പ്രചാരണത്തിനിറങ്ങി. അപ്പോൾ അതൊക്കെ ഒന്ന് ആ ഒരു ദോഷപരിഹാരം ഇല്ലെങ്കിൽ CPM-ന്റെ കാര്യം വളരെ ഗതികേടാവും എന്ന് പാർട്ടിയുടെ ഒരു കണക്കെടുപ്പുണ്ടല്ലോ, അതിൽ വ്യക്തമായി കാണും. അപ്പോൾ മൂന്നാമതൊരു ഊഴം കൂടി നേടിക്കൊണ്ട് വീണാ വിജയനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ ഉള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. അതിൻ്റെ ഭാഗം തന്നെയാണ് KM എബ്രാഹിമിനെ അവിടെ തന്നെ ഇരുത്തുന്നത്. അഴിമതിയിലെ വീരനായിട്ടുള്ള ഒരു കേസരിയാണ് അദ്ദേഹമാണ് സെഷൻസ്. എന്താ അദ്ദേഹത്തിനെ ഇരുത്തുന്നതിൻ്റെ കാര്യം? എന്തിനാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ ഇരുത്തുന്നത്? ക്രിസ്ത്യൻ വോട്ടുകളിൽ കണ്ണുവെച്ചുകൊണ്ട്. അവിടെ ഒന്ന് ബിഷപ്പുമാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നോക്കിക്കോ, വേടൻ ഈസി ആയിട്ട് ഇറങ്ങും. കാരണം എന്താ? ഒരു വൈദികൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, വേടൻ്റെ രാഷ്ട്രീയം ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ വേടൻ്റെ ഭാഗതയും തീരുമാനിച്ചു കഴിഞ്ഞു. വേടൻ ഈസിയായിട്ട് ഇപ്പോൾ പുറത്തിറങ്ങും. ചെയ്ത കുറ്റം വളരെ മാരകമാണെങ്കിലും 2 കുറ്റങ്ങളാണ്, ഡബിൾ കുറ്റങ്ങളാണ്. ഈ K. എബ്രഹാം മനോരമയുടെ ആളാണ്.
മനോരമയുടെ ആളാണ്. സ്വാധീനമുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ ആളാണല്ലോ. ഓർത്തഡോക്സ് സഭയുടെ പത്രമാണല്ലോ മനോരമ. ആ സ്വാധീനമുണ്ട്. അവരുടെ ബേസ് വേണം, അവരുടെ വോട്ട് വേണം. കാരണം അവരെ പിണക്കിയിരിക്കുക യാക്കോബ സഭയ്ക്ക് അനുകൂലമായിട്ട് നിന്നുകൊണ്ട്. എന്ന് മാത്രമല്ല, പല ബിഷപ്പുമാരും ഇദ്ദേഹത്തിൻ്റെ പ്രതിനിധികളായിട്ടുണ്ട്. അവരെ പിണക്കി കഴിഞ്ഞാൽ കുഴപ്പമാവുമെന്നറിയാം. മധ്യകേരളത്തിൽ പാളീസാവും. ആ കണക്കുകൂട്ടൽ കൂടാതെ SNC ലാവ്ലിൻ കേസിലെ സാക്ഷിയാണ്. അദ്ദേഹത്തെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ അടുത്ത തവണ സിറ്റിംഗ് ഉണ്ടാവുകയാണെങ്കിൽ, ഉണ്ടാവുമെന്ന് ഒരു ഉറപ്പുമില്ല, 42ാമത്തെ സിറ്റിംഗ് വരികയാണെങ്കിൽ KM എബ്രഹാം അത് കൂറുമാറിക്കഴിഞ്ഞാൽ പിണറായിയുടെ കാര്യം അവിടെ പോക്കാവും. അല്ലെങ്കിൽ തന്നെ CMRLൻ്റെ കേസുണ്ട്. മകള് ഏതാണ്ട് ഇപ്പോൾ കുറ്റപത്രത്തിൽ 9ാം പ്രതിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടിയാണ് ആരെയും വെറുപ്പിക്കേണ്ട. അതാണ് തന്ത്രം. ആരെയും വെറുപ്പിച്ചാൽ പണ്ടത്തെ പോലെ എന്താ വീരസ്യം തുപ്പുന്ന വാക്കുകൾ ഇപ്പോൾ പിണറായി ഉപയോഗിക്കുന്നുണ്ട്. ആർക്കെതിരെയെങ്കിലും ഇല്ല. ഒരിക്കലും ഗവർണർമാരെ വിളിച്ച് സദ്യയ്ക്ക് വരെ ക്ഷണിച്ചില്ലേ? അപ്പം മഞ്ഞുരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അല്ലെങ്കിൽ കാര്യം പോക്കാണെന്നുള്ള ഒരു അന്താളിപ്പാണ് അതിൻ്റെ പ്രചോദനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.